Hello guys, I'm here the Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ നല്ല ഗൈസ് മാൻഷൻ ടൈക്കൂൺ പാർട്ട് 5 ആണ് ഗൈസ്. പാർട്ട് 5 ആണ് മാൻഷൻ ടൈക്കൂണിൻ്റെ. എന്നാലും വീഡിയോയിലോട്ട് വേണം പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 300 സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അത് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് കേട്ടോ, നല്ല ദാഹമുണ്ട് ഗൈസ്. അപ്പോൾ പൈസ ഇവിടെ ഉണ്ട് കേട്ടോ, 40,000 46,000 ഉണ്ട്. കുറവാണെന്ന് വെച്ചാൽ കുറവാണ്. അവിടെ നിന്നോട്ട് നമുക്ക് ആക്കി കൂടിക്കോളും. നമുക്കപ്പോൾ തന്നെ കാർ വെച്ച് പോവാലോ. ഇത് ബെല്ലിൻ്റെ ശക്തിയും സുഖമില്ല ഗൈസ്. നമ്മളെ പേര് ഇതാട്ടോ. ഇനി കുറച്ച് ദിവസത്തിന് വീഡിയോ വരുമോ എനിക്ക് ഡൗട്ടാണ്. കുറച്ച് വർക്ക് ചെയ്യണം, കുറച്ച് ദിവസത്തിന് കേട്ടോ. കുറച്ച് ദിവസത്തിന് വീഡിയോ വരെ ഡൗട്ടുണ്ട് ഗൈസ്. 7,000 വാൾസ് കൊണ്ട് വെച്ച് ഇതിനുള്ളിലുള്ള കഴിഞ്ഞിട്ട് പോരെ പുറത്ത് 6,000 ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാവും. ഇതൊക്കെയാണ് എനിക്ക് പറ്റാത്തത്. 6,000 ഒരു ഒന്നും വെക്കാൻ പറ്റാത്തൊരു ഇതാണ് എൻ്റെത്. അതായത് ഞാൻ കാർ വെച്ച് പോട്ടെ, ഞാനങ്ങോട്ട് പോകട്ടോ കാർ വെച്ച്. അങ്ങനെ നേരെ പോയേക്കാം. ഇവിടെ ഒരുത്തൻ്റെ മാൻഷൻ ഉണ്ട്. ഇപ്പം 3 ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. ഇല്ലട്ടോ ഇവിടെ മാൻഷനൊന്നും ഇല്ല. ചിലപ്പോൾ ലീവ് അടിച്ച് പോയതാവുന്നുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ വേറൊരു മാൻഷൻ. ആളെ പേര് ഫൂൺസ് ട്വൽസ് മാൻഷൻ. 3ാമത്തെ ഫ്ലോർ തുടങ്ങി. ഞാൻ നോക്കട്ടെ കേട്ടോ. അല്ലോ 3ാമത്തെ ഫ്ലോർ മുമ്പ് തുടങ്ങാൻ അത്ര വളർന്നിട്ടില്ല എന്നാണ് എൻ്റെ ഊഹം. യാ ബ്രോ, ഹീസ് വളർന്നല്ലേ, വളർന്നു കണ്ടാ. ഇവന് മേലൊക്കെ എൻ്റെ അത്ര തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക നമുക്ക് പോയാൽ കാണില്ല അല്ലേ. പിന്നെ നമ്മളതൊക്കെ ഒരേമാതിരി തന്നെയാണ്. പിന്നൊക്കെ നമ്മളെ ഒപ്പമുള്ളതാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്യാണ്ടാവും, അതുകൊണ്ട് കേട്ടോ. നമുക്കെന്താ നമ്മളെ സ്ഥലത്ത് കണ്ടു പോവാം. അങ്ങനെ നമ്മൾ സ്ഥലമായിട്ടാണ് തോന്നുന്നത്. 324 രൂപ per സെക്കൻഡ് ഉണ്ടാകുന്നുണ്ട്. ഗസ് നിങ്ങൾ കളിക്കണം ഗെയിം ഏതൊന്ന് കമൻറ്റ് ബിലോ ബ്രോ. ഇവിടേക്ക് നമ്മൾ എത്ര വട്ടം പോയതാണ്. നമുക്ക് മേലെ പോവാം. ഗസ് നിങ്ങൾ കളിക്കണം ഗെയിം ഏതാണ് കമൻറ്റ് ചെയ്താൽ നമ്മൾ അതായിട്ട് വരും. ആ ഗെയിം നമ്മൾ കളിച്ചിരിക്കും, ഉറപ്പാണ്. സ്പീഡ് പറഞ്ഞ് ഇത് കുറച്ചായില്ല മാൻഷൻ ടൈക്കൂണൊക്കെ കളിച്ചിട്ട്. അതുകൊണ്ടോട്ടോ ഞാൻ പാർട്ട് 5 എടുക്കാമെന്ന് വിചാരിച്ച്. നേരത്തെ ഇത് വലിയ ആളുണ്ടാവുന്നു കേട്ടോ. എത്രയായി 62,000 ഉള്ളു. ഞാനങ്ങോട്ട് അപ്പോൾ കുറവാണ്ട് ഒരു 300,000 വേണം. വലിയൊരു വേറെ കാറ് വാങ്ങണം നമുക്ക്. ഇവിടെ വേറെ കാറൊക്കെ കേട്ടോ. നമുക്ക് ഓൻ്റെ കാറിൽ കയറാൻ കഴിയും. നോക്കാം. ഡ്രൈവ് വേറൊരു ഓപ്ഷൻ ഉണ്ട്. സ്പോർട്സ് കാർ യു ക്യാൻ ഓൺലി ഡ്രൈവ് ഓൺ യുവർ ഓൺ വെഹിക്കിൾസ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ എടുത്തിട്ട് പോകാം. ബ്രോ കേറിക്കോന്ന്. മുസ്തഫാക്ക് നമ്മളോട് ചാടാ വേണ്ടി വേണ്ട, നമ്മൾ ഒറ്റക്കൊണ്ട് പോകും. അത്രേ ഉള്ളു. കുറച്ച് ദിവസത്തിന് വീഡിയോ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ കമൻറ്റ് ചെയ്യണ വീഡിയോ ഇട്ട് നമ്മൾ ഒരു കംബാക്ക് വരും. മീൻസ് ഒരു 3-4 ദിവസം ഉണ്ടാവുള്ളൂ. ഇല്ല, ചിലപ്പോഴെങ്കിലും ഉണ്ടാവത്തുണ്ടാവുള്ളൂ. സാധ്യതകൾ കുറവാണ് ഉണ്ടാവാതിരിക്കാനും. പക്ഷെ നമ്മൾ വീഡിയോ ഇടാൻ ട്രൈ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത്തിരി പണി കിട്ടിയിരിക്കണേ. അങ്ങനെ കേട്ടോ, സോറി ഞാൻ വെറുതെ പറഞ്ഞാണ്. പണി കിട്ടിയിരിക്കുന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ചെറിയ വർക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അതുകൊണ്ട്
കമൻറ്റ് ചെയ്യണം. നമ്മൾ കമൻറ്റ് ചെയ്യണ ഗെയിമായിട്ട് നമ്മൾ വരും. എടാ അങ്ങോട്ടില്ല ബാക്കെടുക്ക് ഇവിടുന്ന് ഒരു ചാട്ടം വേണ്ടാത്ത രീതിയിലുള്ള ചാട്ടം. ഇത് ഞാൻ കണ്ട് ചലത്തിക്കാണ് കേട്ടാ. എൻ്റെ മെയ്തൊക്കെ ഒന്ന് വന്ന് അയ്യോ. ഞാൻ മാൻഷൻ്റെ പണികളിലോട്ട് പോകാം. പോട്ടെ വണ്ടി പോട്ടെ. ഇതല്ല നമ്മളെ മാൻഷൻ. ഇതല്ലാതെ പിന്നെ കാർ ടൈമിങ്ങിന് നിന്നും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മതി, പ്രശ്നത്തേക്ക് മതിയാവുമെന്ന് വിചാരിക്കണം. 2 സാധനം വെക്കുമ്പോഴത്തേനും കട്ടന വരാനുള്ള ഇതായിക്കോളും. അതായത് നമുക്ക് അവിടെ ഇരുന്ന് ബോളിങ്ങൊക്കെ കളിച്ച് മെല്ലെ വന്നാൽ പോരല്ലേ. ഇതിപ്പോൾ ഇനി 3ാമത്തെ ഫ്ലോർ ആണെങ്കിൽ 4ാമത്തെ ഫ്ലോർ ഉണ്ടാവുമോ? ഇല്ലട്ടോ, 4ാമത്തെ ഫ്ലോറിൽ ഞങ്ങൾക്ക് ഉറപ്പായിക്കണേ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അന്ന് ഇവിടെ ക്ലാസ് ചെയ്യാമല്ലോ. പക്ഷേ ഇന്ന് അവിടെ ക്ലാസ് ഉണ്ട്. കാരണം വെച്ചാൽ കണ്ടോ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് അതുകൊണ്ട് 4ാമത്തെ ഫ്ലോർ ഉണ്ടാവില്ല. ഇത്തിരി ബുദ്ധി വേണം അതെനിക്കുണ്ടേ. വിൻഡോസ് അങ്ങനെ തുറക്കാൻ വേണമല്ലോ. അല്ലല്ല, ഷവറ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ബാത്റൂം ഇവിടെ ബാത്റൂം എന്താ സെറ്റ് ആവാത്തത്? അങ്ങനെ ഇനി 23,000 ഉണ്ട്. 8,000 15,000 ഒക്കെ ഇനി കറക്റ്റാണല്ലോ. ഒരു 200 ഉറുപ്പ്യ അല്ലടാ ഇവിടെ വൈബോട്ടാ. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞ 2ാം ഇത് ചെറിയൊരു തറ വേണ്ടേനോട്ടെ ഈ മാൻഷന്. ഗസ് എവിടെ നോക്കാം നമ്മള് വൈബ് സ്ഥലം. നമ്മൾ കങ്ങറിഞ്ഞ് ഇവിടെ നിർത്തിടാം. ഗസ് കിട്ടില്ല സ്പോട്ട്. കങ്ങാറിൻ്റെ അടുത്തേക്ക് ഇപ്പം ഇങ്ങനെ പോയിപ്പം ഉള്ളിലേക്ക് കയറണം. ഉള്ളി എന്താ മോഡേൺ മാൻഷൻ, ട്രോപ്പിക്കൽ മാൻഷൻ, മോഡേൺ മാൻഷൻ. അൺലോക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മോഡേൺ മാൻഷൻ. ഗായ്സ് ഇതങ്ങനെ ഇങ്ങനെയും തീരില്ല കേട്ടോ നമ്മൾ മാൻഷൻ ഉണ്ടായിക്കൂടെ. ഈ മാൻഷൻ മോഡേൺ മാൻഷൻ ഇങ്ങനെ നമ്മൾ ട്രോപ്പിക്കൽ മാൻഷൻ ഉണ്ടാക്കാൻ വരും. നമ്മൾ അത്രക്കും ചെറിയ പിള്ളേരൊന്നല്ലല്ലോ. നമ്മൾ ട്രോപ്പിക്കൽ മാൻഷൻ ഉണ്ടാക്കാൻ വരും. ഒരു വരവുണ്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതെടുത്തപ്പോൾ കണ്ട കേട്ടോ ട്രോപ്പിക്കൽ മാൻഷൻ അൺലോക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മാൻഷൻ. ഇപ്പോൾ നമ്മൾ മോഡേൺ മാൻഷൻ്റെ 64% ആയല്ലോ. ഈ റൂട്ട് നമുക്ക് പറ്റുമെന്ന് കരുതാം. പക്ഷെ വണ്ടിയൊക്കെ നിർത്തിടാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഞാൻ കൊണ്ടുപോവാണ്. പോയി കഴിക്കുന്ന പോരുത്. ഇങ്ങോട്ട് കയറ്റിയേ പറ്റൂ. ഇവിടൊക്കെ ഇങ്ങോട്ടാ പോയി കഴിക്കുന്നു പോയി. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇറങ്ങിയിട്ട് ഇത് കറക്റ്റിന് കിട്ടും. ഞാൻ വെച്ചിടാം. ഗെറ്റിനല്ല ഡ്രൈവ് കൊണ്ട് നിൽക്കുക. ബസ് തിരിഞ്ഞ് നമ്മൾ പോലും അറിയാതെ. എന്നിട്ട് നമ്മൾ മുന്നേക്ക് എടുക്കണം. നല്ല സ്പോട്ടാട്ടോ അത്, ഒന്നും പറയാനില്ല. പിന്നെ നമുക്ക് പെരൻ്റെ ഉള്ളിൽ കയറാൻ വേറെ വഴിയുണ്ട്. എങ്ങനെയെന്നല്ലേ, പുറത്തുള്ളൊരു പട്ടിക്ക് വരെ കയറാൻ വരുന്ന ഒരു വഴിയാണ് ഈ വഴി പറഞ്ഞാൽ. ഇപ്പോൾ പുറത്തു കൂടി നായോ ഏതെങ്കിലും പൂച്ച അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണ്. ഈ പെരൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എങ്ങനെ കയറുക? ഫുൾ സെക്യൂർഡാണ്. ഗസ് ഇവിടെ വേറെ ഉണ്ട്. നമ്മൾ അടിഭാഗം റെഡിയാക്കി വെച്ചിട്ട് നന്ന മേൽക്കൊക്കെ പോയിക്കണേ പുല്ല്. ഗൈസ് അടിഭാഗം റെഡിയാക്കാതെയാണ് നമ്മൾ വേറെ ഉള്ളടത്തേക്കൊക്കെ പോയിക്കണടാ. ആ ഒരു ബോധമുണ്ടാ? അതറിയില്ലല്ലേ. ഇവിടൊക്കെ പിന്നെ വില കുറവാണ്. കാരണം എന്താ വെച്ചാൽ അടിഭാഗമല്ലേ, അടിഭാഗത്തിനൊക്കെ വില കുറവാണ്. കണ്ട 1000 4000 5000. ഗൈസ് ശരിക്കലും അടിഭാഗം റെഡിയാക്കില്ല. വെറുതെ കിച്ചണ് ഞാൻ ശ്രദ്ധിച്ചിനോ കിച്ചൺ ഇല്ലാത്തൊരു സ്ഥലം. ഇവിടെ ഇതൊന്നുമില്ല.
നമ്മുടെ സ്ഥലം വൈബല്ലേ. ഞാൻ ഉദ്ദേശിച്ച വഴി ഇതാട്ടെ. നായി ചക്കത്തി കൂടെ ഇങ്ങനെ കയറി വരും. ഞാനുണ്ട് പക്ഷേ അവിടേക്ക് നമുക്ക് വേറെ വഴി കൂടി പോയതാ. ഇത് പറഞ്ഞാൽ പക്ഷെ കിച്ചണല്ലേ ഇതും. കിച്ചൺ ഉണ്ടല്ലേ. പിന്നെ അതെന്താ ആ വരുന്നവർക്കൊക്കെ ചായക്കടയാണത്. എന്താ നേരെ മേലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 70,000 വേണം കഴിക്കൽ. 70,000 വഴി നമുക്ക് 80,000 എടുത്തിട്ട് നമുക്ക് നേരെ അവിടെ പോകാം. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല ഈ മാൻഷൻ ടൈക്കൂൺ പറഞ്ഞാൽ. ഇത് നാളെയും മറ്റന്നാളും തീരുന്ന പരിപാടിയല്ല ഗൈസ്. ഇപ്പോൾ ഇതോടെ കൂടി ഞാൻ ഫൈനൽ പാർട്ടാക്കാൻ വിചാരിച്ചാൽ ഇത് കഴിയൂല. കാരണം എന്താ വെച്ചാൽ 3ാമത്തെ ഫ്ലോർ വെച്ചാൽ ട്രോപ്പിക്കൽ മാൻഷൻ ഉണ്ട്. അത് വേറെ അതുകൂടി അത് ചെയ്യണോ വേണ്ട ഗൈസ് നിങ്ങൾ കമൻറ്റ് ബിലോ. അവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പൈസ തരാം. ഇവിടെ ഒക്കെ സെറ്റാക്കല. ഫയർ പ്ലേസ് റെയിലിങ്സ് ഒക്കെ ടലി ഞാൻ നിലത്തത് ഇങ്ങനെ ഇത് പറഞ്ഞതേ ഉള്ളൂ വീണു. വയ്യുണ്ട് നമുക്ക് മേലെ കയറാണേ. കണ്ടാ നിങ്ങളെന്താ വിചാരിച്ച് ഇപ്പം മേലെ കയറാൻ ഒരു കുറേ കഷ്ടപ്പെടാ. ആ പരിപാടിയിലെല്ലാം മതി. കണ്ടാ ഇനി 8,000 രൂപ ഇതും കൂടി വെച്ചാൽ സെറ്റ്. ഞാൻ വാള് വെക്കണം. അതിന് പോട്ടെ 28,000 വാള് വെച്ചാൽ നമ്മളും ഇനി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ക്ലോസറ്റ്സ് എന്ന് പറയുന്ന പേരുള്ള വേറെ തോന്നുന്നത്. ഇനി ഡോർ വെക്കാണ്ട് സീലിംഗ് വെച്ചിട്ടില്ല. സീലിംഗ് വെക്കണം. ഈ റൂം സെറ്റാക്കിക്കോളും. ഫ്ലോറൊക്കെ സെറ്റാക്കാണ്ട് അതിന് പൈസ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ദുബായിൽ നിന്ന്. ഞാൻ റിച്ചാണ്. ഇവിടെ എത്ര ഉണ്ട്? 30,000 ഉള്ളൂ. നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാൽ ഇത് കൂടും എന്ന് നിങ്ങൾക്ക് പറയാൻ എനിക്ക് പറയാനുണ്ട്. ഞാനങ്ങ് പോവാണ്. നമുക്ക് അടിയിൽ തന്നെ പോവാം. അടിഭാഗം ശരിയല്ല കേസ്. ഈ അടിയിലൊന്നുമില്ല. ഇവിടെ വേറൊരു ചില മാൻഷൻ ഉണ്ട്. ഇവനെങ്കിൽ എൻ്റെ ഒപ്പം എത്തിക്കണം. പോകട്ടെ ഇവളോട് വണ്ടി കയറാൻ പറയാം. കയറി തുടങ്ങിയിട്ടുള്ളൂ ഗൈസ്. ലീവ് അടിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ അടുത്ത ആളുണ്ട്. ഇപ്പം ഇയാളോട് നമ്മൾ വണ്ടി കയറാൻ പറയാം. എന്തായാലും ഇങ്ങോട്ട് വരാക്കൂലല്ലോ. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എവിടെ ഇതിൽ എടുത്തിട്ടുണ്ട്. ഗെറ്റിൻ അങ്ങനെ വെക്ക്. ആൾ വരുമ്പോൾ ഗെറ്റിൻ എന്ന് പറ. എൻ്റെ ഐഡിയ സീനാണ്. പക്ഷെ ഇനി ആൾ വരണം. ഈ ആൾ വരാനും വേണ്ടിയാണ് നമ്മൾ ഈ കാത്ത് നിൽക്കണത്. അതിൻ്റെ ഇത്തിരി വാല്യൂ കാണിക്കാം എന്നോട്. ഡ്രൈവ് നേരെ പോവാം. ഇൻറ്റു ദ കാറിനിടാം. വേണ്ട കണ്ടു ഞാൻ വിചാരിക്കുന്നു. കയറി ഉണ്ടെങ്കിൽ പോരട്ടോ. ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. കയറി കയറി കയറടോ. കയറി. ഓ ഗായ്സ് നമ്മൾ വിചാരിച്ച മാതിരിയല്ല ആള്. ഏതായിരുന്നു വണ്ടി എനിക്കറിയില്ല. കാറ് ഗൈസ് പിക്കപ്പ് ട്രക്കന്നെ ആയിരിക്കണേ. ഓ എന്നാ ശരി വാ. പിക്കപ്പ് ട്രക്കെങ്കിൽ പിക്കപ്പ് ട്രക്ക് വാ. ഞാൻ ഈ പിക്കപ്പ് ട്രക്കൊന്നും വേണ്ട വെച്ചിട്ടാണ്. ഇതിനും വലുത് എനിക്ക് വാങ്ങാറിയാം. പൈസ ഉണ്ടാക്കിയാലേ ഏത് മാവും. ഇനി ഞാൻ ഒറ്റ വണ്ടി 200,000 ആയാൽ വേറൊരു കിടില വണ്ടി വരുന്നുണ്ട്. നമുക്ക് 200,000 ആവട്ടെ. 200,000 ആയാൽ 200,000 റുപ്യക്ക് ഇതിലൊരു വണ്ടിയുണ്ട്. സ്പോർട്സ് കാർ സെഡനാണ് ഇപ്പം ഇത്. നമ്മൾ സ്പോർട്സ് കാറുണ്ടോ അമ്മേ വണ്ടി ഇവിടെ. ആ പുല്ലിഞ്ഞിപ്പോൾ അവിടെ വരെ നടക്കണ്ടേ. ഇൻ്റെ വാക്ക് 200,000 ആയാൽ we will buy it sports car.
വെറും കാറല്ല, സ്പോർട്സ് കാർ. എന്നിട്ട് അതിൻ്റെ കളർ ഞാൻ റെഡ് ആണ്ട് മാറ്റി. ഓ, സ്പോർട്സ് കാർ വേണ്ട, 200,000 ആവണ്ട. നമുക്ക് സൂപ്പർ കാർ മതിയാ. അത് കുറച്ച് പൈസ കൂടുതലാണ്, അത് പ്രശ്നമേ ഉള്ളൂ. സോമൻ്റെ മാൻഷൻ നോക്കിയാൽ മേലുള്ളവൻ്റെ ഇവിടുന്ന് നല്ല വ്യൂ അല്ലേ അവൻ്റെ മാൻഷൻക്ക്. വൈബ് തന്നെ. എടാ പ്ലീസ് ഡ്രോപ്പ് ഇൻ മൈ മാൻഷൻ ഇട്ടാലാ. പ്ലീസ് ഡ്രോപ്പ് മീ ഇൻ മൈ മാൻഷൻ. ആകട്ടെ, ഇനി നമുക്ക് പോവാം. പോണം, വരുമ്പോൾ കണ്ടോളും. കാണും, അല്ലെങ്കിൽ ഞാൻ കാണിപ്പിക്കും. നമ്മളെ കാലെവിടെ നോക്കി എയറിൽ ഇപ്പം എൻ്റെ കാലടക്കം വണ്ടിയുടെ ഒപ്പം പോയി ഗൈസ്. ഇവനെ വിടറാ. വരുന്നുണ്ട്. ആ പുറത്തേക്ക് പോര്. ഇനിയിപ്പോ അടുത്ത ആളേക്ക് വണ്ടി ഉണ്ടോ പോലും എനിക്കറിയില്ല. അതാണ് എനിക്ക് പറ്റാത്തത്. ഇവിടേക്ക് വണ്ടി ഇല്ലെങ്കിലോ നമ്മളാരായി പൊട്ടനായി. ഇനിയിപ്പോൾ അവിടെ വരെ നടക്കണം. എന്താ ഉള്ളിലത് ആൾ ഇവിടെ നിങ്ങൾക്ക് കാണണ്ടേ. ഇവിടെ വാളില്ലെന്നൊന്നും എനിക്കറിയില്ല. എടാ പോലെ, ഞാൻ വരുന്നുണ്ട്. പോലെ പ്ലീസ്. പോലെ പൈസ എടുത്തിട്ട് പോലെ. ഞാൻ എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിത്താ. അതെ, ഒന്നിൻ്റെ പെരയിലാക്കി താടാ. ഓ സോറി, ഇത് ചോദിക്കേണ്ട ആളോട് ചോദിക്കണേ. ചെക്കന്മാർക്ക് വണ്ടി പോയിട്ട് ഗ്യാരേജില്ല. ഈ പെട്ടെന്ന് നമ്മളെ സ്ഥലത്തേക്ക് എത്താൻ വല്ല വഴിയുണ്ടോ? എന്തെങ്കിലും വഴി? അപ്പം അവിടെ വരെ നടക്കണ്ടേ, അതിന് വയ്യാണ്ടാണ്. എന്തായാലും പൈസ ഒരു ലോഡായിട്ടുണ്ടാവും. ലോഡ് മീൻസ് ഒരു 300,000 നമ്മൾ ടർബോ കാർ വാങ്ങും. 200,000 കാറൊന്നും വേണ്ട. ജസ്റ്റ് 200,000 ചെറിയ വിലപിടിപ്പുള്ള കാർസൊന്നും ഞാൻ വാങ്ങാറില്ല. 300,000 കാർ മതി. നല്ല പൈസ. അവിടെ കാർ വരട്ടെ. നിന്റെ ഒറ്റക്കൊക്കെയാണ് ഓൻ പോയിക്കുക. എന്തായാലും നമ്മൾ നേരെ പോയി 164,000 ഉണ്ടല്ലോ, പൈസ ഒന്ന് യൂസ് ചെയ്തിട്ട് വരാം ഗൈസ്. എങ്ങോട്ട് തന്നെ, മേലോട്ട് തന്നെ. അവിടെ ഈ ഉള്ളിലുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ട് പോരെ. ഡ്രോയേഴ്സ് സീറ്റ്സൊക്കെ എന്തിനും ബഡാ ഇരിക്കട്ടെ. വൈബ് തന്നെ. സീലിങ്ങും കൂടി പോന്ന വൈബ്. ലൈറ്റ്സ്. അപ്പം ഇതെന്താ? ഇത് അതിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ്, ഇത് ഇവിടുത്തെ ലൈറ്റ്. ഞാൻ പുറത്ത് ഇനിയിപ്പോൾ അവിടെയും വേറെ ലൈറ്റ് വേണോ? എന്നാൽ ലൈറ്റ് വിട്ട് നടന്നോ. ആകെ ഒരു 29,000 ഉണ്ട്. വല്ലതും നടക്കുമോ? ഇല്ല. ഒരു 10,000 കൂടി വേണം. 10,000 ഇതെടുത്താവോ? പൈസ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കൂടെ. ഇങ്ങനെ മെല്ലെ ഉണ്ടാക്കുന്ന എനിക്ക് പറ്റില്ല. എനിക്ക് വേറെ വണ്ടിയാണ് ഗൈസ്. ഈ വണ്ടി ഒരു ഗുമ്മില്ല, സ്പീഡും ഇല്ല. വണ്ടി മാറ്റിയപ്പോൾ തന്നെ നമ്മളൊരു 5,000 വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. വണ്ടി ഒരു വിൽക്കാനും വയ്യാനുള്ള അവസ്ഥയിലാണ്. ചോറ വണ്ടി 19,000 അതിനെടുത്താൽ പിന്നെ ബാക്കി പൈസ വാളും കൂടി വേണമെങ്കിൽ വെക്കാം. ഇനി പൈസ ഇല്ല. ഇനി എൻ്റെ കൈക്ക് പൈസ ഇല്ല. ഇവിടെ ഇപ്പം കാണിക്കണേനൊക്കെ കൂടി എത്ര വേണമെന്നറിയോ? 16,000 എത്ര? 32,000 പ്ലസ് 8,000 40,000 വേണം. ആ 40,000 പോലും അവിടെ ആയിട്ടുണ്ടാവില്ല. എൻ്റെ കാറൊന്നുമല്ലല്ലോ. ഇഗോ നമുക്ക് ഓരോരുത്തർക്ക് പോകണം. ആ കാറ് ഏറ്റവും ഓട്ടി കളിക്കണ ആളുടെ അടുത്ത് ഞാൻ ഇപ്പം പോവാണ്.
ഇറങ്ങിക്കോ. ഒറ്റ മൈൻഡ് ആരോ കാറിട്ട് അങ്ങോട്ട് പോകണം. പിന്നെ ഇത് വേറെ ആ ജീപ്പൊക്കെ കണ്ടിട്ടു. ചെക്കന്മാരാദ്യം ഞാൻ വെറുതെ ഒരു കാറിന് വേണ്ടി വലിയൊരു കാറൊക്കെ വാങ്ങി, വലിയ 5000 പേരുടെ കാറും വാങ്ങി ചിക്കുക. പൊട്ടെ സൂപ്പർ കാർ വാങ്ങിയേ പറ്റുള്ളൂ. സൂപ്പർ കാറല്ല, മീൻസ് സ്പോർട്സ് കാർ. എവിടെ ഓൻ്റെ പേരല്ലോ അതിനത്. ഓനെ കണ്ടെത്തണോ? ഈ സെഡനും സ്പോർട്സ് കാറും വല്ല വ്യത്യാസം ആവണ്ടാ. ഇവിടെ ചിട്ടാ. ഓ ഇത് 2 കാറ്. ഇതേതാ ഗൈസ്? ഈ ഇതൊക്കെ മോഡിഫൈഡ് കാറ്. ഇങ്ങനെയൊക്കെ കളർ കൊടുക്കണമായിരുന്നു. കേരണിക്ക്. ഓ ഇതന്നെ സ്കൂള് കാറ്. കേര് get in കേരടോ. ഒരു മനുഷ്യനെ സ്വീപ്പാക്കണേ. എന്തോ പറയണ്ട്. കോഴ്സാ നോ പ്രോബ്ലം. എന്താ സംഭവം ഉണ്ട്? ഈ കോഴ്സ് ഉദ്ദേശിച്ചത് എന്താ നമുക്ക് മനസ്സിലായില്ല. ഇത് കേര് ഫ്രണ്ട് ആക്കണം. ഇനിയിപ്പോ ഇതാണ് ഒരു അലൈനെ എന്താ പേരിട്ട് നടന്നോ. കേരണ്ടേ ഞാൻ പോവാണേ. എൻറിച്ച് കേരളീകാർക്ക് കേരളക്കൊന്ന് കേറിയാലേ ഞാൻ പോവാണേ. ഉണ്ടെങ്കിൽ അതിൻ്റെ മാൻഷൻ കാണിച്ചരാ. ഇവിടെ 2 വണ്ടി ആദ്യം വാങ്ങിച്ചത്. ഗൈസ് എനിക്ക് 20 1 മിനിറ്റ്. ഈ SUV എത്ര? 75,000. കുറച്ച് കൂടുതലാണ്. പക്ഷെ എനിക്ക് SUV വേണ്ട, സ്പോർട്സ് കാറിനാണ്. പൈസ ആവട്ടെ. വാ ഇവിടെ എന്തായാലും കയറിയിട്ടുണ്ടോ. നമുക്കെന്താ നമ്മളെ മാൻഷൻ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഇറക്കി പോരാ. പൈസ 1 മിനിറ്റ് കേട്ടോ. അങ്ങനെയല്ല മുന്നേ സ്പോർട്സ് കാർ സ്പീഡിൽ പോവാട്ടോ നമ്മള്. എങ്ങോട്ടാന്നല്ലേ സുബൂർ. ആഹാ മാറിക്കടേ സ്പോർട്സ് കാറ്. നമ്മൾ ഇടിച്ചുണ്ട്. എൻ്റെ പെണ്ണിൻ്റെ ഇരിക്കുന്നു. ഈഗോ ഗൈസ്, ഈഗോ ആണാണ് ഈ വെട്ടിക്കടാ. ഈ ഒരു സെഡാനെ ഇത് സ്പോർട്സ് കാർ വിചാരിച്ചാൽ നടക്കൂല. എന്താ സ്പോർട്സ് കാർ വരെ പേടിച്ചോടി എൻ്റെ സെഡാൻ കണ്ടിട്ട്. സാധനം ഇന്ത്യയല്ല കേട്ടോ. നമ്മളിതേക്ക് എത്തുന്നേ ഉള്ളൂ. ഇതാണ് നമ്മളിത്. Come on. ഇനി ഓളായി ഓളെ പാടായി. നമ്മളൊന്നും അറിയാതെ നമ്മൾ ഞങ്ങൾക്ക് ഉടന്നിട്ടുമില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ സ്പോർട്സ് കാർ കിട്ടില്ല കേട്ടോ. ഇഷ്ടമാണ് സ്പോർട്സ് കാർ. കാണുമ്പോൾ തന്നെ ഒരു മജുണ്ട്. സെഡാനാണെങ്കിൽ വാങ്ങി പോയി പുല്ല് 200,000 ആക്കിയാൽ ഞാനെന്തായാലും ഇതെടുക്കും. അയ്യോ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിയുണ്ടോ. അയ്യോ 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 ഇല്ല. 5000 ഉണ്ട്. 1000 ആണെങ്കിലും എന്ത് വാങ്ങിത്തരാം. പിന്നെ ഓളെന്താ അവിടെ ഒറ്റക്ക് പെട്ടിക്കുക. ഓളെ ഞാൻ പെരക്കാക്കി തരണ.
ഇതൊക്കെ ഓളെ മെൻഷൻ ഔട്ടാക്കി. ഇവിടെ കയറി ഓളെ മെൻഷൻ കൊത്തു. ഓളെന്താടെ പെട്ടിക്കുക? ഈസ് ഗോയിങ്. മേലെ കൂടി നോക്കിയിട്ട് വന്നോളും. എത്തിയ ഗൈസ് ഒരാളങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം നമ്മളെ പണി. അതുകൊണ്ട് നമ്മളത് ചെയ്തിരുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. അവിടെ ഒന്നുമില്ല, നിങ്ങോട്ട് ചാടിക്കോ. എൻ്റെ പേരേക്ക് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകണ്ടേന്ന്. വേണമെങ്കിൽ കയറി എന്നാൽ പിന്നെ ഇവിടെ പേരേക്കും കൂടി ആക്കിയിട്ട് ഞാനങ്ങോട്ട് വരടാ പോണേ. ഞാൻ നേരത്തെ ഈ സ്പോർട്സ് കാറിന് നിർത്തിയാണ് ഇറങ്ങിയത്. സ്പോർട്സ് കാർ ഏതോ മണത്തപ്പം പോയി. ആ ജീപ്പിന് ഇഷ്ടമായിട്ടോ. അതൊരു ജീപ്പ് വാങ്ങിയാലോ ഇപ്പം തന്നെ. പൈസ നമുക്ക് സെറ്റാക്കാം. 15,000 ഉള്ളൂ. സോറി കേട്ടോ. $50,000 ജീപ്പിന്. എനിക്ക് ഇതന്നെ വേണടാ. സ്പോർട്സ് കാറടാ. സ്പോർട്സ് കാർ ഗുമ്മാണ്. സ്പോർട്സ് കാറിടാ, ഗുമ്മ് കാറിടാ, പണ്ട് സീന് കാറിടാ. ഒന്നും കയറുന്നില്ല. ഇവിടെ പേരെന്തേനു? അലീന. എനിക്ക് എന്തിനാ അറിയോ? മാൻഷൻ കണ്ടെത്തണ്ട. ഈ സ്പോർട്സ് കാർ കുറെ നേരമായിട്ടാ. സ്പോർട്സ് കാറാണ് ഞാൻ വിട്ട്. ഇതാർത്താ മാൻഷൻ? ഇതെല്ലാം നിൻ്റെ? താങ്ക്സ്. താങ്ക്സ് ഫോർ എൻഡറിങ് മൈ കാർ. ഇറങ്ങടി. നമ്മളെ പിടിച്ചിറക്കിക്കോ. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. ഞാൻ ഗ്ലോബലിൽ ചാറ്റ് ചെയ്യാൻ കഴിയുമോ നോക്കിയിട്ടുണ്ട് കേട്ടോ. കഴിയുന്നാണ് കേൾക്കണത്. അപ്പം നമ്മൾ ഗ്ലോബൽ ലൈറ്റ് ചെയ്യാം. അയ്യോ നമ്മളെ സ്ഥലം പെട്ടെന്ന് പോട്ടെ ഗൈസ്. അവിടെ കുറേ പൈസ ഉണ്ടാകുന്ന വിചാരിക്കുക. 200,000 ആയ സ്പോർട്സ് കാർട്ടാ. ഒന്നും പറയാൻ ചിലപ്പോൾ 200,000 നമ്മൾ മാൻഷന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യണവരുടെ അവിടെ 200,000 അയക്കണേ. സ്പോർട്സ് കാർ ഉണ്ടാവും. രാത്രി കേസ് എനിക്ക് പേടിയാവുന്നു. എനിക്ക് ഇരുട്ട് പേടിയാ. എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് ഇരുട്ട് പേടിയാണ് ഗൈസ്. ഞങ്ങൾ പറക്കുകയാണ് എൻ്റെ മാൻഷനൊക്കെ എത്താൻ വേണ്ടി. എനിക്കിപ്പോൾ എൻ്റെ ജീപ്പ് കണ്ടിട്ട് നല്ല മജയുണ്ട് കേട്ടോ. ഈ കാർ വിറ്റിട്ട് ആ ജീപ്പ് വാങ്ങിയതാണ് അല്ലേ. അപ്പം നമ്മളെ ഉള്ളിലുള്ള ഇത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. 100,000 ഉണ്ട്. ഈ ഉള്ളിലുള്ളതിന് എത്ര നോക്കപ്പോ തന്നെ? സ്പോണറിന് 128. അതിപ്പോൾ തന്നെ വേണേ ഞാൻ കൊടുക്കും. ബസ് നല്ല അനാവശ്യമുണ്ട്. 2,000 ഉള്ളൂ ബസ്. സോറി കേട്ടോ. ഇനി എന്തായാലും നമുക്ക് പണിയിലോട്ട് പോകാം. ഇനി ഫുൾ പണിയാട്ടെ. ഇനി കാറിനോടൊക്കെ മാറിക്കാൻ പറയും. കാറൊക്കെ നമ്മൾ ഇടയെ വാങ്ങാനുള്ളതാണ്. 50,000 ആയാലും അപ്പം തന്നെ ഒരു ജീപ്പും വാങ്ങും. പിന്നെ സ്പോർട്സ് കാർ അതാണല്ലേ. 50,000 ആവട്ടെ. എന്നാൽ പിന്നെ ഞാൻ ഇതിനോട് നിൽക്കുമോ? നമുക്ക് 50,000 ആവാം. ഞാൻ ഇപ്പോൾ വരാം. അവിടെ ഒന്ന് പോയി വരുമ്പോൾ തന്നെ 50,000 ആവും. ഒരു ജീപ്പണ്ട് വാങ്ങാൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾക്ക്. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കട്ടെ. ജീപ്പ് പുറത്തിട്ടോ. ഉള്ളിലേക്ക് വേറൊരു കാർ നമ്മൾ കൊണ്ടുവരും. അപ്പം കണ്ടാൽ മതി നിങ്ങളൊക്കെ കേട്ടോ. അല്ല ഞാനൊരു വൈബ് കാർ നമ്മൾ കൊണ്ടുവരും. ഇപ്പം നമ്മൾ ഒരു താറനെ വാങ്ങി വിചാരിച്ചിരിക്കുകയാണ്. കിട്ടിയില്ല താറ്. പൈസ വേണം. പൈസ
ഗൈസ് വല്ലതും മനസ്സിലായോ? ഇല്ല, എനിക്കില്ല ഗൈസ്. ഇവിടെ ഒരു ഡോർ വല്ലതും വെച്ചാൽ കൊള്ളാമായിരുന്നു അല്ലേ? ഇവിടെ ഇരിക്കാൻ അയ്യോ ഇതിന് തീറ്റ ഉള്ള ഇതേ ഉള്ളൂ. ഒരു 20,000 21,000 ആയിക്കണമെങ്കിൽ നമ്മൾ ഒരു മജ കാറ് വാങ്ങാൻ നിൽക്കുകയാണ്. കാറെന്നുള്ളടാ, ജീപ്പ്. അതെന്താ നമ്മളെ അവിടെ ഒരു സ്പോർട്സ് കാർ നമ്മളെ വീടിൻ്റെ മുമ്പിലുണ്ട്. കയ്യാണ് നമ്മളൊക്കെ ഇതൊക്കെ എടുക്കുകയാണ്. എടാ ഒരു 600 റുപ്യടാ ഇജ്ജ് തന്നെ വേണ്ട, ഞാനത് വാങ്ങാൻ പോണ്. ഒന്നും നോക്കിയില്ല, സ്പൂണാക്കിയിട്ട്. അവിടെ 2 വണ്ടിയും വേണം, മറ്റേ വണ്ടി ഉണ്ടാകാതിരിക്കാനും പാടില്ല. അപ്പോളേ നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. നമ്മളെ ഓഫ് റോഡ് വണ്ടി കളർ കൊടുത്താ നീല ഒരു ഗുമ്മിട്ടിന്നടാ ബ്ലാക്ക്. നമ്മൾ അടുത്ത വണ്ടി എത്തിയിട്ടുണ്ട്. ഉള്ളിൽ വേറൊരു വണ്ടി വരും. വെയിറ്റ് ആൻഡ് സീ. ഇന്നാവില്ല വരിക, കുറച്ച് ദിവസങ്ങളെടുക്കും ഉള്ളിലത്തെ വണ്ടി വരും. യെസ്, ഈ വണ്ടിക്ക് സ്പീഡ് കിട്ടാം. കിലോമീറ്ററും കൂടും ഞാൻ വിചാരിച്ചിട്ടില്ല. ബ്രോ ഗൈസ് നമുക്ക് അലൈനൻ്റെ അടുത്ത് പോവാം. ഗൈസ് നമ്മൾ വേറെ വണ്ടി എടുത്തു. പിന്നെ സ്പോർട്സ് കാറിന് നമ്മളെ വെട്ടിക്കാൻ കഴിയും. വൈബ് വണ്ടി കേറ് ബ്രോ. പുതിയ വണ്ടി സ്പീഡൊക്കെ കൂടുതലാട്ടോ. കിട്ടില്ല വണ്ടി, ഒന്നും പറയാനില്ല, കിട്ടില്ല സ്പീഡ്. ഞാൻ ഇവൾക്ക് ഇതൊക്കെ എന്തിനാണ് ഇതിൽ കയറുന്നപ്പോളാ? വേറെ ഒന്നിനല്ല ഗൈസ്, ഇവൾക്ക് 2 വണ്ടി ഉണ്ടല്ലേ, ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല. ഈ 2 ഉള്ളൂ, അതുകൊണ്ടാണ്. മീൻസ് ഇങ്ങനത്തെ ലൊട്ട വണ്ടികളല്ലേ ഇവിടേക്കലുണ്ട്. ഞാൻ ഫസ്റ്റ് കയറ്റിയത് എനിക്കറിയാം, പക്ഷേ ഈ വണ്ടി ഓളേക്കില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഇതിൽ ഇവിടെ കയറ്റിയത്. നമ്മൾ ഒരു ഫ്രണ്ടല്ലേ ജീത്തെ, അങ്ങനെ മാത്രം. എന്തായാലും ഇറക്കിക്ക ഇവിടെ. വൈബ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഇറങ്ങിക്കോട്ടാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ അങ്ങോട്ട് കാണാം. ബൈ. ഓഫ് റോഡ് വണ്ടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, ഇനി ഓഫ് റോഡില്ല പറയണ്ട. ഇനി സ്പോർട്സ് അല്ലാത്തത് അത് നമ്മൾ കൊണ്ടുവന്നിരിക്കും പാർട്ട് 7-ലാട്ടോ നമ്മൾ സ്പോർട്സ് കാർ ഞാൻ സാധ്യതയുള്ളത്. പക്ഷേ നമ്മൾ മിക്കവാറും അതിൻ്റെ മുമ്പ് തന്നെ എടുക്കാൻ ട്രൈ ചെയ്യും. ഈഗോണ് ചിലപ്പോൾ ഈ പാർട്ട് 6 തന്നെ എടുക്കും. വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് അപ്പ് ആക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് പൈസ വേണം. നമ്മളെ സ്ഥലത്തേക്ക് തന്നെ പോവാണ്. ഓടിക്കോയ്, നമ്മളെ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇതല്ല ഇത് ഇപ്പം ഒരു മജ്ജുണ്ട് കാണാൻ. ഇനി നമുക്ക് നേരെ പോയി പണിയിലോട്ട് പോയാലാ. പ്ലീസ് നമുക്ക് പണിയെടുക്കാം. ഇനി ഫുൾ പണിയെടുക്കൽ പെരൻ്റെ ഉള്ളിക്കാ. അവിടെ ഇറങ്ങി പോടാ. ഇവള് കാറിലൊന്നും തോന്നുന്നുണ്ട്. ഇവള് കാറിൽ എൻ്റെ വരെയൊക്കെ നിൽക്കണം. ഇവളെ മാൻഷൻ എങ്ങനെ നോക്കാനാ? ഇവളെ കാറിലൂടെ ഞാൻ മേലെ പണി തുടങ്ങണുള്ളൂ. ഇപ്പം മേലെ പണി തുടങ്ങിയിട്ടില്ല. എന്താണ് പണിയിലാട്ടോ. പോലെ ഇതാ വേറെ ഒന്നും കൂടി എൻ്റെ വക എല്ലാം വെച്ചപ്പോൾ പോയി.
പോട്ടെ, പോണത് നമ്മളൊക്കെ വേണ്ടേ. 20,000 ഉണ്ട്. വാള് വെക്കണം, നോക്കണം, ബെഡ് വെക്കാം. ഞാൻ കൊണ്ടാക്കണോ? ഓ സോളപ്പം വണ്ടിയിലൊന്നായിട്ടാണല്ലേ. അയ്യേ, ഈ വണ്ടി സ്പോർട്സ് കാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. 2 ആൾക്കൊക്കെ ഇരിക്കാൻ കഴിയുള്ളൂ. ലൊക്കട വണ്ടി. പോട്ടെ, ഞാൻ ഇവിടെ എന്താ ലൊക്കട വണ്ടിയിട്ട് ഇനി എൻ്റെ അടുത്ത് വരരുത്. അയ്യോ ആയിക്കോട്ടെ, ഓളിവിടെ വരെ കൊണ്ടുവന്നാക്കി ഞാനേനു. വലിയ ആളെ കിട്ടിയപ്പോൾ നമ്മളെ വേണ്ട. അവർക്ക് അങ്ങനെയില്ല. നമ്മൾ നേരെ നാട്ടിലും കൂടെ വെക്കാം. എനിക്ക് ഇതിലൂടെ അങ്ങനെ നടക്കണം ഭയങ്കര ഇഷ്ടം കേട്ടോ. വാള് നമ്മൾ ആദ്യം സെറ്റാക്കാൻ വിചാരിച്ചു. ഇനിയുള്ളത് 12,000. ഇനിയുള്ളത് വെറും 3,000. ഇവിടെ നിസ്കരിക്കാനാ. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു ഫ്ലോർ വരണം, ഇവിടെ ബഡിങ് ഫ്ലോർ വരണം. ഇവിടെ അടുത്ത റൂം വരും. ഗൈസ് ലാസ്റ്റ് ടൈം ആട്ടോ ഇനി ഞാൻ ഇതെടുക്കാൻ പോലെ പൈസ. അതെന്ന് വെച്ചാൽ വീടിൻ്റെ എനിക്ക് കൂടുതൽ എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ആയിട്ട് നമ്മൾ കമ്പാക്ക് വരും. നാളെ തൊട്ട് വീഡിയോ വരണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കമൻറ്റ് ഇടുന്ന വീഡിയോ ആണ് ഇനിയൊക്കെ നമ്മൾ അടുത്ത വീഡിയോയ്ക്ക് വരാൻ പോകുന്നത്. വെയിറ്റ് ഫോർ ജാക്കി. അതുകൊണ്ട് ഞാൻ 27,000 നിങ്ങൾക്ക് ചെയ്യാമെന്ന് നോക്കാം. വാള് വെക്കാം. ഛർദിക്കാന്നല്ല കേട്ടോ, വാള് വെക്കാം, വിൻഡോ വെക്കാം. പക്ഷെ സീലിങ്ങിന് മാത്രം പൈസ കൂടുതലാവും. 5,000 ഉണ്ട്. പക്ഷേ ഞാൻ ഒരു വട്ടം കൂടി എടുത്താലോ, അല്ലെങ്കിൽ ടൈം കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ പോണേ.